നല്ല രസമുണ്ട്. അല്ല കാര്യമായിട്ട്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് തമിഴ്നാട്ടിലത്തെ പുളിയോദര റെസിപ്പി കാണാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് നമുക്കൊരു കൂട്ടുണ്ടാക്കി വെക്കണം. ആദ്യം ഒരു ചട്ടിയിൽ കുറച്ച് മല്ലി, കുറച്ച് ഉഴുന്ന്, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ വറമുളക്, പിന്നെ കുറച്ച് ജീരകം, പിന്നെ ഒരു ലേശം ഉലുവ. ഇതെല്ലാം കൂടെ നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അതായത് നല്ലോണം ചോക്കനെ വറക്കണം. മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. അതാണ് ഇതിൻ്റെ പാകം. ഒട്ടും വെള്ളമില്ലാണ്ട് നല്ല നൈസായി അരച്ചെടുക്കണം. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഇത് കുറേ ദിവസം ഇരിക്കും. ഇനിയിപ്പോൾ ഇതൊന്ന് താളിച്ചെടുക്കാം. പുളിയോദര ഉണ്ടാക്കാൻ ബെസ്റ്റ് ഓയിൽ നല്ലെണ്ണയാണ്. തമിഴ്നാട്ടിൽ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഒരു ചീഞ്ചട്ടിയിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കടുകൊക്കെ നന്നായി ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് ആദ്യം കുറച്ച് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ ഉഴുന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മൂത്ത് വരുമ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വറമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കരിവേപ്പില. പിന്നെ ഇതിലേക്ക് വേണ്ട ഒരു മെയിൻ സാധനമാണ് നമ്മുടെ നിലക്കടല, ഗ്രൗണ്ട് നട്ടില്ലേ അത്. എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കരിഞ്ഞു പോകരുത്. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം അരച്ച് വെച്ച ആ മിക്സില്ലേ, അതിന്നൊരു 2 സ്പൂണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം. പുളി സാധാണല്ലോ, അപ്പോൾ പുളി അത്യാവശ്യത്തിന് വേണം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അത്യാവശ്യത്തിനുള്ള ഉപ്പ്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി തിളപ്പിക്കുക. തിളപ്പിച്ച് ഇതിന്ന് നന്നായി എണ്ണ തെളിഞ്ഞ് വരണം. നമ്മളുണ്ടാക്കുന്ന ഈ മിക്സും 2-3 ദിവസം കേടുവരാതിരിക്കും. അപ്പം നമ്മുടെ പുളിസാദത്തിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഒരു ഫേമസ് ഡിഷാണ് കേട്ടോ ഇത്. അമ്പലങ്ങളിലൊക്കെ പോയാൽ കിട്ടുന്ന ഒരു ഐറ്റമാണിത് തമിഴ്നാട്ടിൽ. നമുക്ക് അത്യാവശ്യത്തിനുള്ള ചോറ് എടുത്തിട്ട് അതിലേക്ക് ഈ കൂട്ടിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഒരു ലേസി ഡേയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. നമ്മൾ ആ പൊടിയൊന്ന് ഉണ്ടാക്കി വെച്ചാൽ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷല്ലേ. നല്ലെണ്ണ യൂസ് ചെയ്ത് കുക്ക് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷും കൂടിയാണിത്. അപ്പോൾ നമ്മുടെ പുളിയോദര റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. ഞാനപ്പോൾ എന്തായാലും കഴിച്ചു നോക്കി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.